ആദിലെ നൂറേയും കൂടി അനീഷിനെ ഇണക്കാൻ വേണ്ടിയുള്ള ഓരോ ഡയലോഗുകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അനീഷിനാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ആദിലയുടെ സ്വഭാവം. നിങ്ങൾ എന്താ പറയുന്നതെന്നുള്ളത് കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് അപ്പം അവിടേക്ക് വരികയാണ്. അപ്പം അനീഷ് പറയാണ്, ഷാനവാസ് ഇവിടെ ഇരിക്കേണ്ട, വണ്ടി വിട്ടു എന്ന് പറയുന്നുണ്ട്. വണ്ടി വിടൂല എന്ന് നൂറെ അതിലേയും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറഞ്ഞ് വണ്ടി വിടൂല, ഞാനിവിടെ ഇരിക്കുക, നിങ്ങളുടെ ഡിസ്കഷൻ എന്താണെന്നുള്ളത് എനിക്കൊന്ന് കേൾക്കണം. അനീഷ് പറയുന്നുണ്ട്, ഷാനവാസ് വണ്ടി വിട്ടു, ഷാനവാസ് ഇവിടെ ഇരിക്കുകയേ വേണ്ട. ഷാനവാസ് പറയാണ്, ഇവളിരുന്ന് ചൊറിയുന്നുണ്ടാവും, ഇന്ന് ഇവൾ നോമിനേറ്റ് ചെയ്തതല്ലേ അനീഷിനെ, അപ്പോൾ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചൊറിയുന്നുണ്ടാവും. ആദില പറയാണ്, നോമിനേറ്റ് ചെയ്തുകൊണ്ടൊന്നുമല്ല, ഇതെനിക്ക് ജനിക്കാതെ പോയ എൻ്റെ ഏട്ടനാണ്. ഷാനവാസ് പറയാണ്, അതിൽ തന്നെയുണ്ട് ആ നോമിനേറ്റ് ചെയ്തതിലുള്ള ദേഷ്യം, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്ന് പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ്. ഷാനവാസ് ചോദിക്കുന്നുണ്ട്, എന്നാലും അനീഷ് നീ ഈ പാവത്തിനെ ഇങ്ങനെ നോമിനേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പം അനീഷ് പറയാണ്, ഷാനവാസ് വണ്ടി വിട്ടു. ഷാനവാസ് പറയാണ്, ഏത് വണ്ടിയാണെന്ന് പറഞ്ഞാലല്ലേ ആ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, ഏത് വണ്ടി വിടുന്ന കാര്യമായി പറയുന്നത്? ഞങ്ങൾ തമ്മിൽ എന്തൊരു മനപ്പൊരുത്തമെന്ന് ആദില ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയാണ്, എന്ത് മനപ്പൊരുത്തമെന്ന് നമ്മൾ തമ്മിൽ ഒരു മനപ്പൊരുത്തവും ഇല്ല. അന്നേരം ആദില പറയാം, ഹാർട്ടിട്, എനിക്ക് ഈ പിക്ചറൊക്കെ എടുക്കേണ്ടതാണ്, ഒരു ഹാർട്ടിട്ടെ എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അനീഷാണെങ്കിൽ മൈൻഡ് ചെയ്യാതിരിക്കുകയാണ്. എനിക്ക് പിക്ക് പോസ്റ്റ് ചെയ്യാനാണ്, ഹാർട്ട് ഇട്ട് കൊടുക്കുക അനിയത്തിക്കുട്ടിയെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയാണ്, ഏത് അനിയത്തിക്കുട്ടി, ഏത് വകയിലാണ് അനിയത്തിക്കുട്ടി എന്ന് അനീഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദില പറയാം, രക്തബന്ധമൊന്നും വേണ്ട ഏട്ടാ, സ്നേഹബന്ധം മാത്രം മതി. അപ്പം ആകെ ഒരു ആത്മബന്ധം ഇവിടെ ഉള്ളു, ഇങ്ങോട്ട് നോക്കെന്ന് പറഞ്ഞ് ഷാനവാസ് വിളിക്കുന്നുണ്ട്. അപ്പം നൂറ പറയുന്നുണ്ട്, അത് ഷാനവാസക്കായാണ്. ആദില പറയുന്നുണ്ട്, ഞാൻ സ്നേഹമുള്ളതുകൊണ്ടല്ലേ പറഞ്ഞേ ഹാർട്ടിടാൻ. അന്നേരം അനീഷ് പറയാണ്, ഒരിക്കലും ഇല്ല, അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അക്ബർ അപ്പുറത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആദില പറയാം, ഇതെല്ലാം നോക്കി അയവിറക്കുന്ന ഒരു അക്ബർ, ഇല്ലാത്ത സ്നേഹബന്ധം ഉണ്ടാക്കി കാട്ടിക്കൂട്ടി സ്നേഹബന്ധം ഉണ്ടാക്കാൻ എനിക്ക് പറ്റില്ല എന്ന് അനീഷ് പറയുന്നുണ്ട്. ആദില ചോദിക്കുകയാണ്, ചേട്ടൻ എന്തിനാ ഇത്ര വൈരാഗ്യമായിട്ടിരിക്കുന്നത്, എത്ര വയസ്സുണ്ട്, എത്ര മുതിർന്നതാണ്, എന്തിനാണ് ഇങ്ങനെ ദേഷ്യവും വൈരാഗ്യമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ ഇങ്ങനെ ഇത്രയും വാശിയും ദേഷ്യമൊക്കെ? ഇന്ന് നടന്ന ഓപ്പൺ നോമിനേഷനിൽ അനീഷ് ആദിലയാണ് നോമിനേറ്റ് ചെയ്തത്. അപ്പം അതിനുശേഷം ആദില അനീഷിനെ ഇണക്കാൻ നോക്കുകയാണ്. അനീഷിനാണെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പേ താല്പര്യമില്ലെന്നുള്ള രീതിയിൽ, കാരണം കഴിഞ്ഞ വീക്കിൽ ആദില വെസൽ ടീമിലായിരുന്നു. ആദില മാത്രം ഒന്നും ചെയ്യത്തില്ല, പാത്രമേ കഴുകത്തില്ല. അപ്പം സമയങ്ങൾ കഴിഞ്ഞാലും ആദില കഴുകാത്ത സമയത്ത് അനീഷാണ് വിളിക്കാൻ വരുന്നത്. അപ്പോൾ അതൊക്കെ വലിയ സീനാക്കി മാറ്റിയായിരുന്നു. അനീഷിനെ തന്നെ ഓരോന്ന് വിളിക്കുന്നതിന് പോലും ആദില അതൊക്കെ ഒരു വലിയ കണ്ടൻ്റാക്കി മാറ്റി. കാരണം ആദില വിളിച്ചാൽ 1-3 തവണ വിളിച്ചാലൊന്നും ആദില എണ്ണീറ്റ് ചെല്ലത്തില്ല. അപ്പോൾ ആദില ചെല്ലാത്തിടത്തോളം കാലം അനീഷ് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ആദില അതൊരു കണ്ടൻ്റാക്കി മാറ്റും. അപ്പോൾ ഒരു ദിവസമൊന്നുമല്ല, 2-3 പ്രാവശ്യം അങ്ങനെ ആദില ഇത് ചെയ്തു. ജയിലിൻ്റെ അവിടെയും അങ്ങനെ ഉണ്ടായി. ആ സമയത്തൊക്കെ ആദില അനീഷിനോട് പെരുമാറുന്നത് തന്നെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു തോന്നും, അതിലെന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന്. അത്തരം ഒരു സ്വഭാവമായിരുന്നു ആദിലയുടെ. പക്ഷേ ഇപ്പം വന്നിട്ട് ആദില ഇന്ന് നോമിനേറ്റ് ചെയ്തതിന് ശേഷം അനീഷിൻ്റെ അടുത്ത് വന്നിട്ട് ഇണങ്ങാൻ നോക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഷാനവാസും ഉണ്ട്. ഷാനവാസ് ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇവരോട് മിണ്ടാതിരുന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവരുമായിട്ട് ചേർന്നിട്ട് അനീഷിനെ ഇണക്കാൻ നോക്കുകയാണ്. പക്ഷേ അനീഷിന് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമല്ല. അപ്പോഴേക്കും ഫുഡ് റെഡിയായെന്ന് പറഞ്ഞിട്ട് അനുമോൾ വിളിക്കുന്നുണ്ടായിരുന്നു. അന്നേരം ആദില എണ്ണീച്ചിട്ട് ഫുഡ് എടുക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോഴും പറയുകയാണ്, അനീഷേട്ടാ ഞാൻ എടുക്കും കേട്ടോ. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, എനിക്ക് കൈയുണ്ട്, എനിക്ക് കാലുണ്ട്, എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ ആഹാരം എടുക്കാൻ എനിക്കറിയാം, എനിക്ക് ആരുടെ സഹായത്തിൻ്റെ ആവശ്യം